ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് സ്മൈൽ ഡിസൈനിങ്. എന്താണ് സ്മൈൽ ഡിസൈനിങ്? എന്തിനാണ് സ്മൈൽ ഡിസൈനിങ്? നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മുഖമാകാം, നീളമുഖമാകാം, ഇതിന് രണ്ടിനും ഇടയിലാകാം. മീസോസെഫാലിക്, ഡോളിക്കോസെഫാലിക് ഓർ ബ്രാക്കിയോസെഫാലിക്. ഇത് ഈ മുഖത്തിന്റെ ഷേപ്പിനും നാസികയുടെ ഷേപ്പിനും കണ്ണുകളുടെ ഷേപ്പിനും ചെവികൾ, പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, ചെവികളുടെ ഷേപ്പിനും മേൽത്താട, കീഴ്ത്താട എന്നിവയുടെ ഷേപ്പിനും അനുയോജ്യമായ രീതിയിൽ നമ്മൾ പുഞ്ചിരിക്കാൻ സാധിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക, മനോഹരമാക്കിയെടുക്കുക. പല്ല്, മോണ, കീഴ്ത്താടി, മേൽത്താടി, ചെവി, കണ്ണുകൾ എന്നിവ എല്ലാം ഒരു സിമിട്രിയിൽ, ഒരു ഹാർമണിയിൽ ആക്കിയെടുക്കുക, മനോഹരമാക്കിയെടുക്കുക എന്നുള്ളൊരു പണിയാണ് ഈ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇത് സയൻസാണ്, അതോടൊപ്പം ഒരു ആർട്ട് വർക്കും കൂടിയാണ്. ഈ നിങ്ങളുടെ പല്ലുകളെല്ലാം വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ, ചിരിക്കുന്നതിന് അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്മൈൽ ഡിസൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, റുട്ടീനായിട്ട് അങ്ങ് പോകാം. പക്ഷെ നിങ്ങളൊരു പോപ്പുലർ ഫിഗർ ആണെങ്കിൽ, ഒരു ഹൈ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നയാളാണെങ്കിൽ, എപ്പോഴും ക്യാമറയ്ക്ക് മുമ്പിൽ വരേണ്ട ഒരാളാണെങ്കിൽ, നിങ്ങളുടെ സ്മൈലി ബ്യൂട്ടിഫുൾ ആകണമെന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ ഒരു കേസാണ് ഞാനിവിടെ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. അത് ബിഫോർ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ പ്രൊഫൈൽ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന്, ഈ യുവതിക്ക് അതിൻ്റെ പ്രൊഫൈൽ കീപ്പ് ചെയ്യേണ്ടതായിട്ട്, കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് തൻ്റെ പല്ലുകൾ ഇരിക്കേണ്ടതായിട്ടുണ്ട്. അത് അവരുടെ ആവശ്യവുമാണ്. അത് ഞാൻ ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് വഴി, ഡെൻറ്റിസ്ട്രിയിലെയും ആർട്ടിലെയും ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് വഴി അവർക്ക് അവരുടെ പൂർവ്വസ്ഥിതിയിൽ നിന്നും വളരെ മനോഹരമായ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ മനോഹരമായി ചിരിക്കാനും, പബ്ലിക്കിനെ ഫേസ് ചെയ്ത് സംസാരിക്കാനും, ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാനും പാകത്തിൽ അവരുടെ സ്മൈൽ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.